തണുത്തട്ട് പാടില്ല. ഇപ്പം ഈ തണുപ്പ് ഇതൊക്കെ ഉണ്ട്, എന്നാലും എന്താ ഇങ്ങനെ ചെയ്യണതിൻ്റെ കാരണം എന്താ? ശരി പറയട്ടെ. മമ്മൂട്ടി ഇപ്പോൾ ഒരു 70 ദിവസമൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ പറയുന്നത് പിടിച്ചോളൂ കേട്ടോ. പിന്നെ മോഹൻലാൽ 64 വയസ്സ്, ഇപ്പോൾ രജനീകാന്ത് വയസ്സൊക്കെ ആയില്ലേ. അവരൊക്കെ സിനിമയിൽ കാട്ടിക്കൂട്ടുന്ന അഭ്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ ചില്ലറ അഭ്യാസം. ഈ 70 വയസ്സ് 64 വയസ്സ് രജനീകാന്തൊക്കെ, മനസ്സിലായ? അപ്പം അവർ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അവർക്ക് ഇത് കൊടുത്ത ശരീരം വളരെ നന്നായി അവർ ശ്രദ്ധിക്കുകയാണ്. അപ്പം മാനസികമായി ശാരീരികമായി അവർ ഫിറ്റാവാണ്. ആ ഫിറ്റാണ് അവരെ നിലനിർത്തുന്നത്. അവരിപ്പോഴും നായകനായിട്ട് നിലനിൽക്കുക, മനസ്സിലായില്ലേ? നമ്മുടെ ശരീരം ശ്രദ്ധിക്കുക, നമ്മുടെ മനസ്സ് ശരീരം ഫിറ്റാണെങ്കിലാണ് നമുക്ക് എന്തും വിജയിക്കാൻ പറ്റുള്ളൂ. പിടികിട്ടി? അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് അതുപോലെ നിൽക്കാൻ പറ്റുന്നൊന്നുമില്ലേ. പക്ഷേ പരമാവധി നമ്മൾ പരിശ്രമിക്കുക. നമുക്ക് കണ്ടമാനം നേരം നടക്കാനോ ഓടാനോ എക്സസൈസ് ചെയ്യാനൊന്നും പറ്റില്ലെങ്കിൽ നമുക്ക് പുനസ്കാരം ചെയ്തു, കരാട്ടയുടെ എക്സസൈസ് ചെയ്തു, ജിമ്മെടുത്തു, ഗ്രൗണ്ട് എടുത്തു, എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഡെയിലി. അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ ചിന്തയുടെ ശക്തി, ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ചിന്തയാണ്. ആ ചിന്ത എങ്ങോട്ട് പോകുന്നു അവിടെ ആളുടെ ശക്തി പോകും. അപ്പം നമ്മൾ എക്സസൈസ് ചെയ്യുക, അതുപോലെ ബോഡി ബിൽഡിങ്ങും നീന്തൽ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്ത എവിടേക്ക് പോകും? ചിന്ത എവിടേക്ക് പോകണം? നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് പോകും. അപ്പം നമുക്ക് വേണ്ടി നമ്മളുടെ ചിന്ത പ്രവർത്തിക്കുന്നു. അപ്പം നടക്കുകയാണെങ്കിൽ അതുണ്ടാവില്ല. നടക്കണ ആൾ കണ്ണി കണ്ട് ആലോചിച്ച് ഇവിടെ നടക്കും. ഓടുകയാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കാരണം ചിന്ത മുഴുവൻ ഓടുന്നതിലേക്ക് പോകും. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ ചിന്ത പ്രവർത്തിക്കുന്നു എന്നർത്ഥം. ശ്വാസം ചിന്തയായിട്ട് ഭയങ്കര ബന്ധം വേണ്ട. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ ചിന്ത നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പം നമുക്ക് ശക്തി വർദ്ധിക്കും. സേ പവർ. അതാണ് നമ്മൾ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ചെയ്യുന്ന കാര്യത്തിലേക്ക് കോൺസെൻട്രേഷൻ, ശ്രദ്ധ കൊടുക്കുക. പല്ല് കഴിക്കുമ്പോൾ പല്ല് കഴിക്കുന്നതിന് ശ്രദ്ധിക്കുക, മാമുണ്ടുമ്പോൾ മാമുണ്ടതിന് ശ്രദ്ധിക്കുക. ഓരോന്നും ചെയ്യുമ്പോഴും അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. ഇപ്പം എന്തിനാ കഷ്ടപ്പെടണേ? എനിക്ക് വേണ്ടിയിട്ടാ. ഇപ്പം ഞാനീ ബുദ്ധിമുട്ടുണ്ടേ എനിക്ക് വേണ്ടിയിട്ട്.
വേണ്ട സംസാരിക്കാൻ പറ്റാതായി. കാരണം ശ്രദ്ധ മുന്നേ എവിടേക്ക് വേണം? നീന്തണലിക്ക്, ശ്വാസം വിടണലിക്ക് പവർ വന്നുകൊണ്ടിരിക്കുക. എക്സ്ട്രാ പവർ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ബ്രൂസിനെയൊക്കെ പേടിച്ച് ഓടിപ്പോവും. രജനീകാന്ത് മമ്മൂട്ടി പോകുന്നാലൊക്കെ നമ്മുടെ മുന്നിൽ വന്ന് പൊടിയൊക്കെ കളയും. അവർക്ക് സിനിമയിലല്ലേ പറ്റുള്ളൂ. ബ്രൂസിൽ വരെ വന്നാൽ നമ്മൾ വിടില്ലേ. എൻ്റെ മുഖത്ത് നോക്കിയാൽ പേടിയാണല്ലേ കാണുമ്പോൾ. ബ്രൂസിൽ രജനീകാന്തൊക്കെ നമ്മുടെ മുന്നിൽ നിന്നാ അവർ പേടിച്ചു പോകും. സംശയമാണോ നിനക്ക്? അപ്പം നമ്മൾ കരുത്താർജിക്കണം. നമ്മളെ ശ്വാസം വലിച്ചു വിടുമ്പോഴേ നമ്മുടെ ഉള്ളിലേക്ക് പവർ കയറും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും എല്ലാ ദുർബലതകളും പുറത്തേക്ക് പോകുന്നതായിട്ട് സങ്കല്പിക്കുക. ഒരു ശ്വാസത്തിലെ നമ്മുടെ ഉള്ളിലേക്ക് ശക്തി വരുന്നതായിട്ട് സങ്കല്പിക്കുക. ശ്വാസം പുറത്തു പോകുമ്പോൾ ദുർബലതകളൊക്കെ പുറത്തു വന്നു. ശ്വാസം പുറത്തേക്ക് വിടുക, വലിക്കുക. സെക്കൻഡിൽ ഇടി. സെക്കൻഡ് വേണ്ട വേണ്ട. ഒരു രജനീകാന്താ വിചാരിച്ചോ, മമ്മൂട്ടി വന്നാലേ അവര് ആക്ഷൻ നമ്മൾ ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുന്നു. സെക്കൻഡ് കൊണ്ട് വേണ്ട നോക്കിയോ, സെക്കൻഡ് വേണ്ട കേട്ടാ. തെറിച്ചു പോയി. എങ്ങനെയുണ്ട് നമ്മൾ നിൽക്കണ സിമ്പിളായിട്ട്. എടാ
ആ എങ്ങനെയുണ്ട്? ആ പഴമണി കഴിഞ്ഞ പഴമണി എങ്ങനെയുണ്ട്? നിർത്തട്ടെ. സിനിമയിൽ ഇവർ ഇത്രയൊക്കെ ചെയ്യണല്ലോ, ഓരോന്നും ഇങ്ങനെ കിട്ടാൻ വേണ്ടിയാ. പോയില്ലേ? അതെ, നമ്മൾ എന്ത് ചെയ്യുന്നു അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ശ്വാസം വലിച്ചു വിടുമ്പോൾ നമ്മളുടെ കോൺസെൻട്രേഷൻ ശക്തി വർദ്ധിക്കും. അപ്പം നന്നായിട്ട് കരാട്ടയുടെയോ സൂര്യനമസ്കാരമോ ഗ്രൗണ്ടോ ഒക്കെ ചെയ്യുക ഡെയിലി കേട്ടാ. മമ്മൂട്ടി മോഹൻലാലും ഇതിനകത്തൊക്കെ ആവണം നമുക്ക്. അല്ലെങ്കിൽ ദുൽഖറാ എന്നിട്ട് ടോവിനെയാ ആരാ ഉണ്ടേ? ആരാ ഉണ്ടേ? അപ്പം ശരി, ഞാൻ കയറുമ്പോൾ നിർത്തിക്കോ. നിർത്തട്ടെ.